ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാമീസ് വേൾഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തമ്മിൽ കണ്ട പോലെ തന്നെ ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ്. ബ്ലഡ് പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ധമനികളിലൂടെ ഒഴുകി ധമനികളുടെ ഭിത്തിയിൽ ലംബമായി ചെലുത്തുന്ന ഒരു മർദ്ദമുണ്ട്. ആ മർദ്ദത്തിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 90 to 60 സിസ്റ്റോളിക്, 120 to 80 mm/Hg ഡയസ്റ്റോളിക് ആണ് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ ഒരു ജീവിതശൈലി രോഗമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ബ്ലഡ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 to 90, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ അത് ഹൈപ്പർ ടെൻഷൻ എന്നാണ് അതിന് പറയണേ. ഹൈപ്പർ ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BP കൂടിയാൽ 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർക്കാണ് സാധാരണ BPയുടെ പ്രശ്നമൊക്കെ വരാറ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കണം: തലകറക്കം ഉണ്ടാകും, ക്ഷീണം ഉണ്ടാവും, നെഞ്ചുവേദന ഉണ്ടാവും, ശ്വാസതടസ്സം ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണിക്കണേ. പിന്നെ എന്തൊക്കെ ഫുഡ് കഴിക്കാനാണ് നല്ലത് എന്ന് നമ്മൾ പലരും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. BP കൂടിയ ആൾക്കാർക്ക് ഇവർക്ക് പഴങ്ങൾ, പച്ചക്കറികൾ, പാല്, പ്രോട്ടീൻസ്, ഫൈബ്രിൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തൊക്കെ ഒഴിവാക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് എന്തായാലും ഒഴിവാക്കണമല്ലോ. കാരണം BP കൂടുതലുള്ളവർക്ക് ഉപ്പ് കഴിക്കാൻ പാടില്ല. പിന്നെ കൊഴുപ്പ് അധികം അടങ്ങിയ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഉയർന്ന സ്റ്റാർച്ചുള്ള ഫുഡൊക്കെ നല്ലതായിരിക്കും. പിന്നെ കാർബോഹൈഡ്രേറ്റ്, പിന്നെ വറുത്തതും പൊരിച്ചതുമായ നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ചിപ്സ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. BP കുറഞ്ഞാൽ, BP കുറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് BP കുറഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ BP കൂടാതെ നോക്കാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. BP കുറയുകയാണെങ്കിൽ തലകറക്കം, ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നോർമൽ BP എന്ന് പറയുമ്പോൾ 90 to 60 ആണ്. അതിൽ താഴത്തേട്ട് പോകുന്നവർക്കാണ് BP ലോ ആണ് എന്ന് പറയുന്നത്. എനിക്കൊക്കെ BP ലോ ആയിരിക്കും എപ്പോഴും. പിന്നെ BP ലോ ആവാനുള്ള കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ BP ലോ ആവും. പിന്നെ ദാഹം, തലകറക്കം, ക്ഷീണം, പിന്നെ പൾസ് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ എന്തുകൊണ്ട് BP ലോ ആകാം എന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. അതിനുള്ള കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടമാകുമ്പോൾ നമുക്ക് BP ലോ ആകും. പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് BP ലോ ആയിരിക്കും. പിന്നെ പല പരിക്കുകൾ, നമ്മൾ ചെറിയ ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ, പിന്നെ അലർജി പ്രശ്നങ്ങളുള്ളവർക്ക്, പിന്നെ എൻഡോക്രൈൻ അസുഖമുള്ളവർക്ക്, പിന്നെ എന്നീ പല കാരണങ്ങൾ കൊണ്ട് BP ലോ ആകും. പിന്നെ നോർമൽ BPക്ക് താഴെയാണെങ്കിലാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ശരീര സൗന്ദര്യം നഷ്ടമാവുന്നതിന് ഒരു പ്രധാന കാരണം കൂടിയാണ്. നമ്മുടെ ശരീരത്തിന് ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കഴിക്കാം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുവെള്ളം കുടിക്കാം BP കൂടാൻ വേണ്ടി. പിന്നെ കാപ്പി കുടിക്കാം. കാപ്പി കുടിക്കുമ്പോൾ മധുരമില്ലാതെ കുടിക്കുക, അതാണ് നല്ലത്. പിന്നെ തുളസിയില തിളപ്പിച്ച് വെള്ളം കുടിക്കാം. പിന്നെ ഉണക്കമുന്തിരി തലേദിവസം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് അങ്ങനെ കുടിക്കാം, അത് നല്ലതാണ്. ഇതൊക്കെ BP കൂടാനുള്ള ഒരു കാര്യമായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ ഉപ്പുവെള്ളം, ഉപ്പ് സോഡ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കുന്നത് പെട്ടെന്നൊരു തലകറക്കം വരുമോ, നമ്മളൊരു വഴി കൂടെ നടക്കുക, പെട്ടെന്ന് നമുക്കൊരു ക്ഷീണം, തലകറക്കം അങ്ങനെയൊക്കെ വരാൻ നേരത്ത് കടയിൽ കയറി ഒരു ഉപ്പുവെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. BP എങ്ങനെ നമുക്ക് നോർമലാക്കാം അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. മുരിങ്ങയില കഴിക്കാം, മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കാം. പിന്നെ നെല്ലിക്ക, അശ്വഗന്ധ, തേന്, കരിക്ക് ഇവയെല്ലാം നല്ലതാണ്. കരിക്കിൻ്റെയൊക്കെ വെള്ളം കുടിക്കുക, തേൻ കുടിക്കുക, ഇതൊക്കെ BP നോർമലാവാൻ നല്ലതാണ്. അതൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ചെറിയൊരു അറിവാണ്. എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യും, ഇനിയും പ്രതീക്ഷിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.